90 സെന്റ് സ്ഥലം നമുക്ക് സംഭാവനയായി നൽകിക്കൊണ്ട് അതിൽ നിന്ന് 10 സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് നമ്മുടെ സോളാർ പ്രോജക്ടിന്റെ ഭാഗമായി അവർക്ക് കിട്ടിയ 1 കോടി രൂപയുടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പാലിയേറ്റീവ് കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. ആ പാലിയേറ്റീവിന്റെ കെട്ടിടത്തിന് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകണമെങ്കിൽ അവിടെ ഒരു ഫിസിയോതെറാപ്പി സെന്റർ അത്യാവശ്യമാണ്. ഫിസിയോതെറാപ്പിക്ക് ഒരുപാട് പേർ, കാരണം സ്ട്രോക്ക് കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ആ ഫിസിയോതെറാപ്പി സെന്റർ കൂടി അനുവദിക്കണമെന്ന് നമ്മൾ ജില്ലാ പഞ്ചായത്ത് ചെറിയൊരു ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വിചാരിച്ചാൽ നല്ലൊരു ഫിസിയോതെറാപ്പി സെന്റർ അതിന് അനുവദിച്ചു തരാൻ വേണ്ടി കഴിയും. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മെഡിക്കൽ സെക്കൻഡറി അതിന്റെ കെട്ടിടം, അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം, ഇതിന്റെ രണ്ടിന്റെയും ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ നടത്തുന്നത്. സംയുക്ത ആ പരിപാടി രണ്ടും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തും ഇപ്പോഴുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം നടത്താൻ സൗകര്യപ്രദമായ വിധത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 2 പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഒന്ന്, പ്രധാനം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ്. വളരെ മനോഹരമായ പുതിയ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പരിപാടികൾ നടക്കുന്ന, കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളുകൾ ഒന്നാണിത് എന്ന് നമുക്കെല്ലാം അറിയാം. തൊട്ടടുത്ത് മറ്റൊരു സ്കൂൾ, ഇതേ പഞ്ചായത്തിൽ തന്നെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളുണ്ട്. എന്തായാലും നമ്മുടെ സ്കൂളുകളുടെ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശങ്ങളിലും സ്കൂളുകൾ നമുക്ക് വ്യാപകമായിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിന്റെ പോലെ ഏകദേശം ജനസംഖ്യയും വരുമാനവും വിദ്യാഭ്യാസ പശ്ചാത്തലവുമുള്ള സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിൽ ഇരട്ടിയിലധികം സ്കൂൾ നമുക്കുണ്ട്. പൊതു സ്കൂളുകൾ, ഗവൺമെന്റും എയ്ഡഡും. കേരളത്തിൽ ആകെ നൽകുന്ന സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് നൽകുന്ന ശമ്പളത്തിന്റെ പകുതിയിലധികം സ്കൂൾ അധ്യാപകർക്കാണ് നൽകുന്നത് എന്നുള്ളത് ഈ രംഗത്തോട് നമ്മുടെ സംസ്ഥാനം കാണിക്കുന്ന താല്പര്യം വ്യക്തമാക്കുന്നതാണ്. അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രദേശവും മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ആവശ്യത്തിന് സ്കൂളുകളുണ്ട്. ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രശ്നം മറ്റൊന്നാണ്, ജനസംഖ്യ കുറയുന്നു. ഏറ്റവും പ്രധാനം, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് സമൂഹത്തെ പഠിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കുട്ടികൾ മാറുന്നു. അതിനുള്ള ശ്രമം നടക്കുന്നു. ഇതെല്ലാം നടത്തുന്നത് നമ്മുടെ കേരളത്തിന്റെ വലിയ പശ്ചാത്തലം കൊണ്ടാണ്. സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം കേരളത്തിന് പ്രത്യേകതയുണ്ട്. ആരോഗ്യ രംഗത്ത് നമ്മുടെ സംസ്ഥാനം മെച്ചമായ അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യം. ഈ മെച്ചം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇനിയും സ്കൂളുകൾ മെച്ചപ്പെടണം. ഇവിടെ നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂളിന്റെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. സംസ്ഥാന ഗവൺമെന്റ് നല്ല സ്കൂളുകളും നല്ല കോളേജും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാത്രമല്ല, വ്യവസായ സ്ഥാപനങ്ങൾ, അടിസ്ഥാന സൗകര്യം, നാഷണൽ ഹൈവേ മുതൽ ഏറ്റവും ചെറിയ റോഡുകൾ വരെ, ഇവിടെ എല്ലാ റോഡുകളും നേരത്തെ ഉള്ളതിനേക്കാൾ എത്രത്തോളം വ്യത്യാസമുണ്ട്, ഇപ്പോ മെച്ചപ്പെട്ട് കിടക്കുകയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് ഉൾപ്രദേശത്ത് പോയാലും BMBC നിലവാരത്തിൽ ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിലവാരത്തിലാണ് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ.